നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചത്. ഇദ്ദേഹം കാണാനൊരു ഏഞ്ചലിനെ പോലെയാണെന്നും എന്നാൽ അദ്ദേഹം സൈലന്റ് കില്ലറാണെന്നും കർക്കശക്കാരനായി സ്വന്തം രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നയാളാണെന്നുമൊക്കെയാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. നരേന്ദ്രമോദി ഏതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നുവോ അന്നുവരെ ഇന്ത്യയെ സഹായിക്കാനും ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്താനും അമേരിക്കയും വൈറ്റ് ഹൗസും എല്ലാം മുന്നിട്ടുണ്ടാകും എന്നുമാണ് ഈ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹവുമായി, അതായത് G7 ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്രമാത്രം സുഗമമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ശക്തമായ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ വിള്ളലുകൾ ഉണ്ട് താനും. ഈ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രസ്താവന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതായത് അമേരിക്ക ഇന്ത്യയോടുള്ള നിലപാട് മാറ്റിക്കുറിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇത്തരത്തിൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങുമാണ് താൻ ആരാധിക്കുന്ന നേതാക്കന്മാർ, ലോക നേതാക്കന്മാർ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോക പോലീസിൻ്റെ തലവനാണ് എന്നാണ് എല്ലാവരും കരുതി വച്ചിരിക്കുന്നത്. അമേരിക്കക്കാർ പ്രത്യേകിച്ചും അങ്ങനെയൊരു മെൻ്റൽ സെറ്റപ്പ് അമേരിക്കക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഞങ്ങൾ ലോക പോലീസാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അംഗീകരിക്കുന്ന ലോക നേതാക്കന്മാർ ആര് എന്ന് ചോദിച്ചാൽ അതിന് അത്രമാത്രം പ്രാധാന്യം ആ ചോദ്യത്തിനില്ല. അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ലോകത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള ഭരണാധികാരി എന്നാണ് ഈ അടുത്ത കാലം വരെ എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ട്രംപിൻ്റെ വരവോടുകൂടി കാര്യങ്ങൾ മറിയുന്നു. ട്രംപ് തന്നെ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നത് ഈ പറയുന്ന നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങിനെയും ഒക്കെയാണ് എന്നാണ്. നരേന്ദ്രമോദിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങിനെക്കുറിച്ചോ ഒരു സിനിമ പിടിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഈ പറയുന്ന ക്യാരക്ടറുകളെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാനുള്ള സിനിമാ നടന്മാരെ കിട്ടാൻ പ്രയാസമായിരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത്രമാത്രം വലിയ പുകഴ്ത്തലാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ഷീ ജിൻപിങ്ങിനെയും താൻ പുകഴ്ത്തിയത് എന്ന് അക്കമിട്ട് അടിയര വിട്ടുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അതിലൊന്ന്, ഇന്ത്യയെ യുദ്ധത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്ന, സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്നാണ്. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളിൽ ഇന്ത്യയെ ഭാഗമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവാണ് അദ്ദേഹം. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ്. രാഷ്ട്രീയമായി സ്ഥിരത കാണിക്കുന്ന ഒരു നേതാവാണ് ഈ നരേന്ദ്രമോദി എന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ഇടിയുന്നില്ല. അദ്ദേഹത്തോടൊപ്പം രാജ്യത്തിൻ്റെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോഴും പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്നു. മൂന്നാമത്തെ കാര്യം എന്നത് അദ്ദേഹം ശാന്തനും കർക്കശക്കാരനുമാണ് എന്നാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം തന്നെ അദ്ദേഹം ശാന്തമായി കാര്യങ്ങളെ കാണുന്ന വ്യക്തിയും കൂടിയാണ്. ഏറ്റവും ഒടുവിലായി ഇവർ പറയുന്നത് സിനിമ നിർമ്മിക്കാൻ പോയാൽ, അതായത് മോദിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷീ ജിൻപിങ്ങിനെ കുറിച്ചോ ആരെങ്കിലും സിനിമ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഇവരുടെ കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ വേണ്ട ആക്ടർമാരെ ഹോളിവുഡിൽ നിന്ന് കിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല മോദി അത്രമാത്രം ജനകീയനായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് വർഷങ്ങളായി. ഇത് 12ാമത്തെ കൊല്ലമാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത്. ഇവരുടെ ജീവചരിത്രം അത് വളരെയധികം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം സിനിമയാക്കാം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ ആളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പുകഴ്ത്തലാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങിനെയും കുറിച്ച് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങളാണ് എങ്കിൽ കൂടി തീർച്ചയായും ട്രംപിൻ്റേതായ ചില അതിശയോക്തികളുണ്ട്. എങ്കിൽ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ചില വസ്തുതകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത്. ട്രംപ് കർക്കശക്കാരനായ സ്വന്തം രാജ്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു നേതാവാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയാൻ മറ്റു ചില കാരണങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നു വരുന്ന വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അമേരിക്ക ശക്തിയുക്തം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാർഷിക ഉൽപ്പന്നങ്ങൾ ചെലവ് കുറച്ച് ഇന്ത്യ ഇറക്കുമതി ചെയ്യുക തന്നെ വേണം. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിപ്രായം.
അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് ദൂരീകരിക്കണം. നിങ്ങൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങണം. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇന്ത്യയിലെത്തിക്കാം. അമേരിക്കൻ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇന്ത്യയിലെത്തിക്കാം. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഒഴിവാക്കി തരണം എന്ന ആശയമാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യക്ക് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ വ്യാപാര തർക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്ന പോയിന്റും ഇത് തന്നെയാണ്. അമേരിക്കൻ സംഘം ശക്തമായി വാദിക്കുന്നതും ഇതിന് തന്നെയാണ്. ഇന്ത്യൻ സംഘം ശക്തമായി ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. തനിക്ക് വ്യക്തിപരമായി പല ദോഷങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, എങ്കിൽ പോലും ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ ഒരു കാരണവശാലും ബലി കഴിക്കില്ല എന്നാണ്. കാരണം അമേരിക്ക ആ സമയത്ത് ഇന്ത്യക്ക് മേൽ 25% പിഴച്ചുങ്കം ചുമത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മറ്റൊരു 25% കൂടി പിഴച്ചുങ്കം ചുമത്തിയിരുന്നു. ഈ പിഴച്ചുങ്കത്തിനെതിരെയൊക്കെ നടന്ന ചർച്ചകളിലും മറ്റുമാണ് ഇത്തരത്തിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു കൊടുക്കണം ഇന്ത്യയുടെ വിപണി എന്ന ആവശ്യം ഏകപക്ഷീയമായി അമേരിക്ക ഉന്നയിക്കുന്നത്. നമ്മുടെ രാജ്യത്തുള്ള കോടിക്കണക്കിന് കൃഷിക്കാരുടെ ജീവന്റെ വിലയാണ് അതിനുള്ളതെന്നും ഒരു കാരണവശാലും അത് ഒരു വിദേശ രാജ്യത്തിന് അടിയറവ് വയ്ക്കാൻ കഴിയില്ലെന്നുമാണ് അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് കർശനമായ അല്ലെങ്കിൽ കർക്കശക്കാരനായ വ്യക്തി എന്ന് ഇദ്ദേഹം പറയുന്നത്. അമേരിക്കൻ സംഘം പലതരത്തിലുള്ള ഓഫറുകൾ തന്നു നോക്കി. അമേരിക്കൻ സംഘം പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തുകൾ നടത്തി. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്തു കളയും, നിങ്ങൾ ഇനി ഇല്ലാതാവും, നിങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തും, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ സംഘം അതിൽ കുലുങ്ങിയില്ല. വളരെ കൃത്യമായി ഇന്ത്യക്ക് വേണ്ടി അവർ നിലപാടെടുത്തു. ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി അവർ നിലപാടെടുത്തു. സർക്കാരിൻ്റെ പിന്തുണ അതിന് ഉറപ്പായും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്ന വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ആ തർക്കങ്ങളാണ് സത്യത്തിൽ ഇത്തരത്തിൽ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാക്കി മാറ്റുന്നത്. ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ട്രംപ് നടത്തിയ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ അതൊന്നും ഫലിക്കാത്ത ഒരു സാഹചര്യം വന്നു. ഇതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർക്കശക്കാരനായ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു വയ്ക്കുന്നതും. എന്തായാലും നരേന്ദ്രമോദിയെ പ്രസിഡന്റ് ട്രംപ് പുകഴ്ത്തുന്നതും പ്രസിഡന്റ് ട്രംപിന് നരേന്ദ്രമോദിയുള്ള മതിപ്പിൻ്റെ കാരണവും സ്വന്തം രാജ്യങ്ങളോടുള്ള അല്ലെങ്കിൽ സ്വന്തം ജനതയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൂറാണ്. അദ്ദേഹം അതിനുവേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ സൈലന്റ് കില്ലർ എന്നും നന്നായി വാദിക്കുന്ന ആളാണ് എന്നുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ താഴെ പറയുന്ന കാരണങ്ങൾ കൂടിയാണ്. അതായത് അദ്ദേഹം ശാന്തനാണ്, പക്ഷേ കർക്കശക്കാരനാണ്.